ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൻ്റെ ജസ്റ്റ് ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ ചെയ്തിരുന്നുള്ളൂ. ആൻഡ് ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, ഞാൻ ഈ ഇതുവരെയുള്ള കോഡ് ഞാൻ ഗിറ്റ്ഹബിൽ ഇട്ടിട്ട് ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾ അവിടെ എത്തിയിട്ടില്ലെന്ന് നിങ്ങൾക്ക് അത് ക്ലോൺ ചെയ്തിട്ട് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിതിൻ്റെ ബാക്കി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡിസൈൻ നോക്കാം. ഡിസൈനിൽ ആൻഡ് നമുക്ക് എബൌട്ട് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഈ സെക്ഷനാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ എബൌട്ട് സെക്ഷൻ ചെയ്യുമ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ വരാൻ പോകുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മളൊരു ബിഗ്ഗർ സ്ക്രീനിൽ വരുമ്പോൾ ഇതോടെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഫീൽ ചെയ്യും. ഇതൊരു ജസ്റ്റ് ഒരു ഡിസൈൻ ആണല്ലോ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ലാർജർ സ്ക്രീനിൽ വരുമ്പോൾ ഒരു ബ്ലാങ്ക്നെസ് ഫീൽ ചെയ്യും. നമുക്കത് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എബൌട്ട് സെക്ഷനാണ്. ഓക്കെ, ഞാനിതിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഞാൻ ഇതിലുണ്ടായിരുന്ന നമ്മളെ സെക്ഷൻ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ഒരു പാഡിങ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഫിക്സഡ് പാഡിങ് ആക്കി കൊടുത്തു. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഞാൻ അതിനകത്ത് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും കോഡ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ലാർജ് സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് ഈ സ്പേസ് വിഡ്ജറ്റ് കഴിഞ്ഞിട്ട് വി ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ് എബൌട്ട് എ സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിത് കമ്പോണൻ്റ് ആക്കി ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് ലെറ്റ്സ് റൈറ്റ് സംതിങ്. നമ്മുടെ സെക്ഷൻ കണ്ടെയ്നറിനെ കോൾ ചെയ്യാം. ലേറ്റർ നമുക്കിതിൻ്റെ ഒരു വിഡ്ജറ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇവിടെ ഈ സെക്ഷൻ കണ്ടെയ്നറിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇവിടെ ഹൈറ്റ് പാസ് ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ ആ ഹൈറ്റ് ഇവിടെ പാസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ടേക്ക് ദ ഹൈറ്റ് റിക്വയർഡ് ഫോർ ദാറ്റ് ചൈൽഡ്. ഓക്കെ, ദെൻ വിഡ്ത്ത് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സൈസ് ഡോട്ട് വിഡ്ത്ത്. ഓക്കെ, then we need the child to be a column. Okay, and കോളത്തിൻ്റെ ചിൽഡ്രൻ അത് നമുക്ക് ക്രോസ് ആക്സിസ് അലൈൻമെന്റ് വേണം. അത് ഞാൻ സ്റ്റാർട്ട് കൊടുത്തു. അല്ലെങ്കിൽ ആ ഹെഡിങ് നടുവിലായിരിക്കും എബൌട്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എബൌട്ട് എന്ന് പറയുന്ന ഒരു ഹെഡിങ് നമുക്ക് ഇവിടെ വേണം. ആക്ച്വലി നമ്മൾ എബൌട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എബൌട്ട് ചെയ്തിട്ടില്ല. നമുക്കിവിടെ ഹെഡിങ് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് you can create a text here. See, I can have about, then style this thing, theme data il nindum text theme ena call chedu, and I think body large, and save this. Namukku endha vara nokkavade, and you can have that about here. Okay, and idu just onnu ullilikku oru padding okke vannittund. Let's check what is the issue. And container il nammal koduthathu section container, then a container, അതിലുള്ള image. And what about this thing? And section container column text കൊടുത്തിട്ടുണ്ട്. And section container actually നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? We have a padding here 30. Okay, inside the section. And let me check what is the issue here. And we have a smaller padding here, and I think ഇവിടെ നമ്മളുടെ ഏറ്റവും ടോപ്പിലെ ഹെഡർ വിഡ്ജറ്റിൽ വരിക. മേ ബി ആ ഹെഡർ വിഡ്ജറ്റ് ആയിരിക്കും നമ്മളുടെ ഇഷ്യൂ കോസ് ചെയ്യുന്നത്. ഹെഡർ വിഡ്ജറ്റിൽ വരിക. ഹെഡർ വിഡ്ജറ്റിൽ നമ്മൾ സെക്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ദെൻ വി ഹാവ് എ റിച്ച് ടെക്സ്റ്റ് ആൻഡ് ക്രോസ് ആക്സിസ് മെയിൻ ആക്സിസ് അലൈൻമെന്റ് നമ്മൾ സ്പേസ് ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അഗെയിൻ എബൌട്ട് സ്കിൽസ് പ്രൊജക്ട്സ് മെനു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ ആണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഓക്കെ ആണ്, പക്ഷെ ഇവിടെ ഒരു പാഡിങ് നമുക്ക് കയറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. ലാസ്റ്റ് ടൈം മൊത്തത്തിൽ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാം. ഞാൻ ഇത്രയും വലിയൊരു ഗ്യാപ്പ് കൂടെ കൊടുത്തതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനീഷ്യലി ഈ പേജ് ലോഡായി വരുമ്പോൾ നമുക്ക് ഇതാണ് കാണേണ്ടത്. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ കൊടുത്ത ഹൈറ്റ് നോക്കാം. ആൻഡ് ഇവിടെ വരിക. ആൻഡ് നമ്മളുടെ ഈ ഏരിയ ആണ്. ഇവിടെ നമ്മൾ ഹൈറ്റ് കൊടുത്തേക്കുന്നത് ഐ നീഡ് എ 70 ഹൈറ്റ്. ടോട്ടൽ ഹൈറ്റിൻ്റെ 70 ഹൈറ്റ് മതി. ഓക്കെ, നോ ഓൾമോസ്റ്റ് ഇതെന്താണ് വിഷ്വലി എന്തായിരിക്കും നമ്മൾ ഇനീഷ്യലി കാണുമ്പോൾ ഈ പേജ് ആയിരിക്കും വരിക. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ആവും. ഓക്കെ, ആൻഡ് അടുത്ത സെക്ഷൻ ഇതാണ് എബൌട്ട്. ആൻഡ് അതിൻ്റെ താഴെ നമുക്ക് ഇവിടെ എന്ത് വരണം? We need a spacer height widget. Give it 20 height. Then അതിൻ്റെ താഴെ നമുക്ക് സ്പേസർ ഹൈറ്റിന് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 20 കൊടുക്കേണ്ടത്. ഓക്കെ, height colon 20.
Then after this I need, this is a const value, so you can add a const because നമ്മളത് const ആയിട്ട് അവിടെ ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, കോൺസ്റ്റ് വാല്യൂ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ടെക്സ്റ്റ് വേണം. ഓക്കെ, ആൻഡ് ദിസ് ടെക്സ്റ്റ് ടു ബി the larger text, so you can have a style here, and I just wrote a style, text style here, and body style എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് എഴുതാവുന്നുള്ളൂ, ജസ്റ്റ് ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്യുക. ദാറ്റ് ഷുഡ് ബി ബോഡി സ്റ്റൈൽ. ഓക്കെ, ദെൻ ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നമുക്ക് വേണ്ട ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദ ടെക്സ്റ്റ് ഫ്രം മൈ ഫിഗ്മ ഡിസൈൻ ആൻഡ് ഗോ ടു യുവർ Figma. Where is my Figma? Okay, this is my Figma, and copy this thing. Copy. Then come here. ഇവിടെ വന്നിട്ട് ഞാൻ ആ ടെക്സ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ആൻഡ് യു ക്യാൻ സേവ് ദിസ്. ഇവിടെ വന്നാൽ നമുക്ക് ആ ടെക്സ്റ്റ് കാണണം. ഓക്കെ, വെരി സിമ്പിൾ. ഇവിടെ നമുക്ക് ആ ടെക്സ്റ്റ് വന്നു. ദാറ്റ് ഈസ് ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ആൻഡ് യു ഹാവ് എ ബിഗർ ഗ്യാപ്പ് ഹിയർ. ഡോണ്ട് വറി, അത്രയും ഗ്യാപ്പ് അവിടെ ഉള്ളത് വലിയൊരു പ്രശ്നം. നമ്മൾ ഇനീഷ്യലി കാണുമ്പോൾ ഇങ്ങനെ കാണും, ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണും. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത്, ഇനി നമുക്ക് എന്തൊക്കെ വേണ്ടിയ, ഇതിൻ്റെ താഴെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഡിസൈനിൽ നമുക്കിതിൻ്റെ താഴെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് അത് നമുക്ക് മൾട്ടിപ്പിൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് യു ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ എക്സ്പീരിയൻസ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആഡ് ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആഡ് ചെയ്യാം, ഈ കോളത്തിൽ തന്നെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സെക്ഷൻ ആയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഐ തിങ്ക് ദാറ്റ് സെക്ഷൻ സെപ്പറേറ്റ് ചെയ്യാണ് നല്ലത്. ആൻഡ് ഇത് സത്യത്തിൽ ഇത് നമ്മളുടെ എബൌട്ട് അസ് വിഡ്ജറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാം ഇവിടുന്ന്. കാരണം നമുക്കിത് മൊബൈലിൽ റീയൂസ് ചെയ്യണമെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ നമുക്ക് റീയൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് എന്ത് ബെറ്റർ. അതേപോലെ തന്നെയാണ് എന്ത് ഈ ഒരു ഹെഡർ സെക്ഷനും ഹെഡർ വിഡ്ജറ്റും നമ്മുടെ ഹീറോ സെക്ഷനൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി റീഫാക്ടർ, ആൻഡ് ദിസ് ഷുഡ് ബി like this, extract flutter widget, and this should be നമ്മുടെ ഹീറോ എന്ന് കൊടുക്കാം. അതായത് ഇനീഷ്യലി നമ്മൾ കാണുന്ന ഹീറോ വിഡ്ജറ്റ്. ഓക്കെ, ആൻഡ് യു ഹാവ്, this should be your about us widget. Right click here, refactor, extract widget, and this is your about widget. Okay, then come down. You need a const spacer height widget. Height should be 20 height. Okay, now I need a row. Okay, and the children എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു എക്സ്പാൻഡഡ് വേണം. എക്സ്പാൻഡഡ്, അതിൻ്റെ ചൈൽഡ് ഷുഡ് ബി, വാട്ട് ഈസ് എ ചൈൽഡ്, ഐ നീഡ് ദ ചൈൽഡ് ടു ബി. ആൻഡ് ഇവിടെ നമുക്കൊരു ടെക്സ്റ്റൊക്കെ വേണം, നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ ചൈൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ചൈൽഡ്, നമുക്ക് വേണ്ടത് ഒരു കാർഡാണ്. യു ക്യാൻ ഹാവ് എ ലിസ്റ്റ് വ്യൂ ഡോട്ട് ബിൽഡർ, ബിക്കോസ് കുറേ ഐറ്റം അവിടെ വരാനുണ്ട്. കോണ്ടെക്സ്റ്റ്, index, then this is going to return a card. Okay, and the child should be list tile. Okay, and the title should be a text widget, and pretty extra under title should be text widget. And idu namukku vendathu, let me copy this thing. ഇത് ഞാൻ കോപ്പി ചെയ്തു. then I'm going to paste that here, and let's check what is the output. And I think you need to pass this item count here. Item count, see I have 3 items. Let me imagine. Hot reload cannot be performed because you need to put a semicolon here. Okay, now let's try. What is the output? Okay, nothing here because this is in a list view. അപ്പോൾ ഇതൊരു കോളത്തിനുള്ളിലാണ്. ആ ലിസ്റ്റ് വ്യൂ എത്ര ഹൈറ്റ് എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ലെറ്റ് മീ ഹാവ് എ shrink wrap here. Shrink wrap that is equal to true, and save this. Okay, now you have title. Okay, നമുക്കിതിനെ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി കാർഡാണ്. I need the color to be your primary color.
primary color. Okay, then save this, and I need the text style എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി സ്മോൾ ഉണ്ട്, നമ്മൾ കസ്റ്റമായിട്ട് എഴുതിയ സ്റ്റൈൽ body small. It's not wool, it's body small. Body style, not small. Okay, come here. Now you have your card widget here, and I need that card to be a bigger one. So I'm going to wrap this with a container and give a height of 85. Okay, now you have a bigger card, but adina one center cheyyanam, and adinu mumbe card give an elevation of 5.0. അപ്പോൾ ഇവിടെ നമുക്കൊരു സിമ്പിൾ സ്മോൾ എലവേഷൻ വന്നിട്ടുണ്ടായിരിക്കും. ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഐ നീഡ് ദിസ് ടു ബി ഇൻ സെൻറ്റർ. സോ ലിസ്റ്റ് ടൈൽ എന്ന് കാർഡ് എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറിൻ്റെ സെൻറ്ററിലായിരിക്കണം. ഓക്കെ, നൗ യു ഹാവ് ദ കാർഡ് ടു ബി ഇൻ സെൻറ്റർ, ബട്ട് ദ ഹൈറ്റ് ലിസ്റ്റ് ടൈൽ കണ്ടെയ്നർ ഹൈറ്റ് എന്ന് പറയുന്നത് ഗിവ് എ 100 ഹൈറ്റ്. ഓക്കെ, ആൻഡ് ഹൈറ്റ് 100 കൊടുത്തു. കാർഡാണ്. ലെറ്റ് മീ സ്വാപ്പ് ദിസ് തിങ്. ഈ സെൻറ്ററും ഈ കാർഡൊക്കെ ഒന്ന് സ്വാപ്പ് ചെയ്യാൻ അറിയാലോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്വാപ്പ് ചെയ്യാം. അഗെയിൻ റിട്ടേൺ ചെയ്യുന്ന കാർഡാണ്, കാർഡിൻ്റെ നടുവിൽ. ഓക്കെ, ആൻഡ് ഇവിടെ നൗ യു ഹാവ് എ ബിഗ്ഗർ കണ്ടെയ്നർ. ആൻഡ് ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇതേപോലെ എന്ത് വരണം, ഒരു എക്സ്പാൻഡഡും കൂടി വരണം. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എന്ത് വരണം, ഒരു എക്സ്പാൻഡഡ് വരണം. ഇതൊരു റോയിലാണ്, ആ റോയിൽ എക്സ്പാൻഡഡ് വരണം. 2 എക്സ്പാൻഡഡ് വന്നു, സേവ് ചെയ്തു. അപ്പോൾ നമുക്കിത് രണ്ടും എന്തായിരിക്കും, ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ ആണ്. പക്ഷേ ഇത് ലെഫ്റ്റിൽ പോയി മുട്ടിയിട്ടൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ലെഫ്റ്റിൽ പോയി മുട്ടിയത്? ബിക്കോസ് നമ്മളിവിടെ കൊടുത്തത് എന്താണ്, ഇതൊരു റോ ആണ്. ആൻഡ് റാപ്പ് ദിസ് റോ വിത്ത് എ കണ്ടെയ്നർ. നോ, അവർ സെക്ഷൻ കണ്ടെയ്നറിനെ കോൾ ചെയ്യും. അതിനാണല്ലോ നമ്മൾ പാഡിങ് കൊടുത്തിരിക്കുന്നത്, സെക്ഷൻ കണ്ടെയ്നർ. വിഡ്ത്ത് എന്ന് പറയുന്നത് സൈസ് ഡോട്ട് വിഡ്ത്ത് ആണ്. ആൻഡ് ദ കളർ ടു ബി അവർ പ്രൈമറി കളർ. ആൻഡ് സേവ് ദിസ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഇത് ഒരേപോലെ വരും. ഓക്കെ, ഇതേപോലെ. ആൻഡ് ഇവിടെ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് വേണ്ട. ഇതിപ്പോൾ ആക്ച്വലി ഇത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു ഹെഡിങ് വേണം, ഇവിടെയും ഹെഡിങ് വേണം. ആൻഡ് യുവർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആൻഡ് യുവർ എഡ്യൂക്കേഷൻ, ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ബിഗ് ടൈല് വന്ന് നല്ല വൃത്തിയുണ്ടായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, റാപ്പ് ദിസ് വിത്ത് എ കോളം. ഓക്കെ, ആൻഡ് ദ ചൈൽഡ്, ഫസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത്, ആൻഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ദിസ് ഷുഡ് ബി യുവർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. And put a comma and save this. Maybe you are going to get an error here. No, you got right thing here. And ഇവിടെ നമുക്ക് അതിൻ്റെ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. സ്റ്റൈൽ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ബോഡി സ്മോൾ. ചെറിയ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് തീം എടുക്കാം. തീം ഡോട്ട് ഹെഡിങ് ആണല്ലോ, തീം ഡോട്ട് ടെക്സ്റ്റ്, തീം ഡോട്ട് ടൈറ്റിൽ സ്മോൾ ഉണ്ട്. ടൈറ്റിൽ യു ക്യാൻ ഹാവ് ബോഡി സ്മോൾ. ഓക്കെ, ആൻഡ് റിമെമ്പർ, എല്ലാതും ഒരേപോലെ ഒരേ സ്റ്റൈലിൽ കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പലതും പല പോലെ ആയിരിക്കും. എനിക്ക് ലെഫ്റ്റിലാണ് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, കോളമാണല്ലോ, ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സ്റ്റാർട്ട് ആക്കുക. ഓക്കെ, ആൻഡ് ഐ നീഡ് എ സ്പേസർ ഇൻ ബിറ്റ്വീൻ ദിസ് തിങ്. സോ യു ക്യാൻ ഹാവ് യുവർ സ്പേസർ ഹൈറ്റ് വിഡ്ജറ്റ് വിത്ത് എ ഹൈറ്റ് ഓഫ് 20. ഡീഫോൾട്ട് അത് 20 ആണ്, ഒന്നും കൊടുത്തില്ലെങ്കിൽ 20 ആണ് വരിക. നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കം ഹിയർ, യു ഹാവ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഹിയർ. ആൻഡ് ഇതേപോലെ നമുക്ക് എന്ത് വേണം, അപ്പുറത്തും വരണം. അപ്പോൾ ഇതിനെ ഒന്ന് ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ എക്സാക്ട്ലി ഇത് ഒന്നുകൂടി കോപ്പി ചെയ്യാണ്. ആൻഡ് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് രണ്ടാമത് ടൈപ്പ് ചെയ്യാം. ആൻഡ് ഹിയർ ഐ നീഡ് യുവർ പ്രൊഫഷണൽ എക്സ്പീരിയൻസിന് പകരം നമുക്ക് വേണ്ടത് യുവർ എഡ്യൂക്കേഷൻ. ഓക്കെ, ആൻഡ് സേവ് ദിസ്. ആൻഡ് യു ഹാവ് യുവർ ഹെഡിങ് ഹിയർ. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഇത് ഇവിടെ മുട്ടിക്ക് നിൽക്കുന്നുണ്ട്. ഫുൾ വിഡ്ത്ത് അതെടുത്തു. അപ്പോൾ സത്യത്തിൽ നമുക്ക് വേണ്ടത് റിട്ടേൺ ചെയ്യുന്നത്, ദർ ഇസ് എ വിഡ്ജറ്റ് കോൾ ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സ് എന്നൊക്കെ പറയുന്ന വിഡ്ജറ്റ് ഉണ്ട്. ഐ എം ഗോയിങ് ടു റാപ്പ് ദിസ് വിത്ത് എ വിഡ്ജറ്റ് ആൻഡ് ദിസ് ഷുഡ് ബി എ ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സ്. ഓക്കെ, യു ക്യാൻ ഗിവ് എ ഹൈറ്റ് ഫാക്ടർ ആൻഡ് വിഡ്ത്ത് ഫാക്ടർ. ഹൈറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ്. ടോട്ടൽ വിഡ്ത്തിൻ്റെ ടോട്ടൽ ഹൈറ്റിൻ്റെ എത്ര ഹൈറ്റ് എടുക്കണം, നമുക്ക് വേണ്ടത് വിഡ്ത്ത് ആണ്. അപ്പോൾ വിഡ്ത്ത് ഫാക്ടറെ കോൾ ചെയ്തു. എത്ര പെർസെൻറ്റേജ് വിഡ്ത്ത് എടുക്കണം എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഐ നീഡ് ദിസ് ടു ബി 75% വിഡ്ത്ത്.
Now you can see that is reduced. Okay, reduce ചെയ്തു. ഇതാണ് നമ്മൾ റെഡ്യൂസ് ചെയ്തത്. ഇത് റെഡ്യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ഈ എഡ്യൂക്കേഷൻ ഇൻഫോണ് റെഡ്യൂസ് ചെയ്തു. And ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, മുകളിലുള്ളതിനെ ഞാൻ എന്ത് ചെയ്യാണ്, റാപ്പ് ദിസ് വിത്ത് എ ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സ്. ഇത് റിട്ടേൺ ചെയ്യുന്നത് കണ്ടെയ്നർ ആണ്, പക്ഷെ അതിന് മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പ് ചെയ്യുന്നുണ്ട്. ഐ എം ഗോയിങ് ടു ഹാവ് എ ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സ് വിത്ത് എ വിഡ്ത്ത് ഫാക്ടർ എന്ന് പറയുന്നത് 0.75 എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, പക്ഷെ ഇത് സെൻട്രലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ആ പിയുടെ നേരെ അല്ലെങ്കിൽ ആ ഒരേ അലൈൻമെന്റിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സിന് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, അലൈൻമെന്റ് ഉണ്ട്. അലൈൻമെന്റ് ഓൾവേസ് നമുക്കറിയാം അലൈൻമെന്റ് ക്ലാസ് എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ സെന്റർ ലെഫ്റ്റ് ഉണ്ട്. ആൻഡ് പാസ് ദിസ് ടു ദ 2 ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സസ്. ഇവിടെ വന്നിട്ട് ഞാൻ ഇതിനും എന്ത് ചെയ്യാണ്, ഇത് പാസ് ചെയ്ത് കൊടുത്തു. നൗ ഇതിന്റെ അലൈൻമെന്റ് എന്തായി ഉണ്ടാവും, ലെഫ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ലൈക്ക് ദിസ്. ഇപ്പൊ ഇതൊന്നുകൂടി എന്താണ്, നേരത്തെ കണ്ടതിനേക്കാളും ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തുണ്ടാവും, വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, നൗ യുവർ സൈറ്റ് ഈസ് ഗെറ്റിംഗ് സം ഷേപ്പ്. നമ്മളുടെ അബൌട്ട് എ സെക്ഷൻ അവിടെ ചെയ്തു. ആൻഡ് എഡ്യൂക്കേഷൻ നമ്മൾ ഗ്രാജുവലി നമ്മൾ മാറ്റും. ഇനി അതിൻ്റെ സബ് ടൈറ്റിലൊക്കെ ഉണ്ട്, സബ് ടൈറ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈ ഏതെങ്കിലും ഒരു എക്സ്പാൻഡിൽ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, സെയിം കാര്യമാണല്ലോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ റിട്ടേൺ ചെയ്യുന്നത് ആൻഡ് ദിസ് എക്സ്പാൻഡഡ്, ഏതെങ്കിലും ഒരു എക്സ്പാൻഡഡ് എടുത്തു. ഓക്കെ, ഐ എം ഗോയിങ് ടു ടേക്ക് ദ ഫസ്റ്റ് എക്സ്പാൻഡഡ്. ആൻഡ് അതിൻ്റെ സബ് ടൈറ്റിൽ എന്ന് പറയുന്നത്, the subtitle is actually again a text widget, and you can have any year. See, I'm going to have 2019 to present. അപ്പോൾ ഇവിടെ എന്ത് വരും, യു വിൽ ഗെറ്റ് എ സബ് ടൈറ്റിൽ ഹിയർ ലൈക്ക് ദിസ്. ബിഗർ ആയിട്ടാണ് വന്നത്, അതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യണം. സോ യു ക്യാൻ ഹാവ് സ്റ്റൈൽ. ഐ നീഡ് ദാറ്റ് ടു ബി ഓൾസോ ബോഡി സ്റ്റൈൽ. ആൻഡ് സോ അപ്പോൾ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, രണ്ടും ഒരേപോലെ ഒന്ന് ചെറുതായിട്ടും വന്നിട്ടുണ്ടാവും. ആൻഡ് ഐ നീഡ് ആൻ ഐക്കൺ ഹിയർ, ഒരു ഐക്കൺ വരണം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ലീഡിങ് എന്നുള്ള പ്രോപ്പർട്ടിയെ കോൾ ചെയ്തു. ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് എ സർക്കിൾ ഓവർ ദ ചൈൽഡ് ഷുഡ് ബി an icon, and icons dot which icon I need you need a disk icon. So a circle icon, the color to be BTN color. Okay, and save this. Now you have a bullet here like this. Okay, and if you don't want that circle over there, you can remove that. And you can also give a color to that circle over there. Okay, വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ okay, no issues. I need to copy this thing. Copy. Let me copy the entire expanded. Okay, copy this, paste it here. Okay, now you have like this. Okay, so circle avatar നമുക്ക് അവിടെ സത്യത്തിൽ ആ സർക്കിൾ അവതാർ നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ചെയ്താൽ മതി. യു ക്യാൻ റിമൂവ് ദാറ്റ്. ഐ എം ഗോയിങ് ടു റിമൂവ് ദാറ്റ്. അതൊരു ഭംഗി തോന്നുന്നില്ലല്ലോ. ആൻഡ് റിമൂവ് ദിസ് തിങ് ആൻഡ് സേവ് ദിസ് ആൻഡ് കം ഹിയർ ആൻഡ് where is that circle avatar? Remove that circle avatar. Okay, save that. അപ്പോൾ നമുക്കവിടെ നമ്മൾ ഡിസൈനിലുള്ള പോലെ ഒരു ബുള്ളറ്റ് വരും ലൈക്ക് ദിസ്. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് എന്തുണ്ട്, ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് കാണിക്കേണ്ടത്. ആൻഡ് അപ്പോൾ നമ്മളുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസും എഡ്യൂക്കേഷണൽ ഇൻഫോ ഒക്കെ എന്ത് ചെയ്യണം. ദിസ് ഈസ് ആക്ച്വലി എഡ്യൂക്കേഷണൽ ഇൻഫോ. നമ്മൾ കോപ്പി ചെയ്താണ് എഡ്യൂക്കേഷണൽ ഇൻഫോ. ദെൻ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. കാരണം നമുക്കിത് സെപ്പറേറ്റ് വിഡ്ജറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി കുറേ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ എക്സ്പാൻഡഡ് എന്ന് പറയുന്നത് 2 എക്സ്പാൻഡഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യത്തെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യിക്കാം, എന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ മൊബൈലിൽ വരുമ്പോൾ ഇത് താഴോട്ടൊക്കെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഐ എം ഗോയിങ് ടു എക്സ്പാൻഡ് ദിസ്. നോ, ഐ എം ഗോയിങ് ടു എക്സ്ട്രാക്ട് ദിസ് തിങ്. റൈറ്റ് ക്ലിക്ക് ഹിയർ, റീഫാക്ടർ, extract method. This is what is actually your professional widget. This is a class, so widget. Okay, now professional widget extract ചെയ്തു. Then come here and right click here, refactor, extract a widget. നമ്മളിവിടെ മെത്തേഡ് ആണോ എക്സ്ട്രാക്ട് ചെയ്തത്. And this is actually an expanded. This is not a
ഇതൊരു ഫംഗ്ഷൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്കത് ഫംഗ്ഷൻ അല്ല വേണ്ടത്. നമുക്ക് എന്താണ് വേണ്ടത്? ഞാൻ സെലക്ട് ചെയ്ത് മാറിയതാണ്. നമുക്ക് വേണ്ടത് ആക്ച്വലി എന്താണ്? ഇവിടെ വേണ്ടത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് വിഡ്ജറ്റ് ആണ് വേണ്ടത്. എക്സ്ട്രാക്ട് ഒരു ക്ലാസ് ആണ് വേണ്ടത്. ഓക്കെ, സോ ദിസ് ഷുഡ് ബി പ്രൊഫഷണൽ വിഡ്ജറ്റ്. ഓക്കെ, ആൻഡ് ഇതിപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ വിഡ്ജറ്റ് ആയിരിക്കും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീഫാക്ടർ ചെയ്യുക, എക്സ്ട്രാക്ട് വിഡ്ജറ്റ് കൊടുക്കുക, education widget. Okay, now you have three components here and we have to isolate this from this library. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് മാറ്റാം. ഹീറോ വിഡ്ജറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ ഡോട്ട് ഫയൽ ദാറ്റ് ഈസ് കോൾഡ് ഹീറോ വിഡ്ജറ്റ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ആരെ കൊണ്ടുവരണം? ഈ ഹീറോ വിഡ്ജറ്റിനെ കോപ്പി ചെയ്തു, കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇമ്പോർട്ട് ചെയ്യണം, മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യണം. കുറച്ച് വേറെ പാക്കേജുകളൊക്കെ ചെയ്യാനുണ്ടാവും, കാരണം നമ്മൾ അതിനകത്ത് സ്റ്റൈലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആൻഡ് യു ക്യാൻ പേസ്റ്റ് ഇറ്റ് ഹിയർ. ആൻഡ് സം എറേഴ്സ് ഇവിടെ ഉണ്ട്. സെക്ഷൻ കണ്ടെയ്നർ എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ദെൻ പ്രൈമറി കളർ എന്ത് ചെയ്യണം? ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ആൻഡ് വൺ മോർ തിങ് ഇസ് ദ ആൻഡ് ഗൂഗിൾ ഫോണ്ട് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദെൻ സ്പേസർ വിഡ്ജറ്റ് എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. ആൻഡ് മൈ ബട്ടണൊക്കെ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, മൈ ബട്ടൺ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യണം? നമ്മളിവിടെ വന്നിട്ട് ന്യൂ ഡോട്ട് ഫയൽ നമ്മളുടെ എഡ്യൂക്കേഷൻ വിഡ്ജറ്റിനെ എക്സ്ട്രാക്ട് ചെയ്തു. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് മെറ്റീരിയൽ ആൻഡ് കം ടു ഹിയർ ആൻഡ് യുവർ എഡ്യൂക്കേഷൻ വിഡ്ജറ്റിനെ ഇവിടുന്ന് കട്ട് ചെയ്തു. എവിടെ കൊണ്ടിടണം? ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടു. ആൻഡ് ഇവിടെ നമുക്ക് സ്പേസർ ഹൈറ്റ് വിഡ്ജറ്റിനെ എന്ത് ചെയ്യേണ്ടി വരും? ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ആൻഡ് യു നീഡ് ടു ഹാവ് ദാറ്റ് പ്രൈമറി കളർ ആൻഡ് പ്രൈമറി കളർ, ബോഡി സ്റ്റൈൽ, ഇതൊക്കെ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ നമ്മളുടെ പ്രൊഫഷണൽ വിഡ്ജറ്റിനെ ഇമ്പോർട്ട് ചെയ്യണം, കോപ്പി ചെയ്യണം. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. പ്രൊഫഷണൽ വിഡ്ജറ്റിൽ വന്നിട്ട് copy the material and just paste it here, and you can copy the same packages from here. ഇതേ പാക്കേജാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്തു? ഇവിടെ പേസ്റ്റ് ചെയ്തു. ആൻഡ് 2 തവണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഒരു തവണ ഉപയോഗിച്ചാൽ മതി. ഇനി നമ്മൾ അബൌട്ടസ് ഉണ്ട്, ന്യൂ ഡോട്ട് ഫയൽ അബൌട്ട് വിഡ്ജറ്റ്. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? കട്ട് ദിസ് ഔട്ട്. ഇവിടുന്ന് മാറ്റിയിട്ട് അബൌട്ട് വിഡ്ജറ്റിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. ആൻഡ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എറർ കിടക്കുന്നത്. ആൻഡ് ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ എഡ്യൂക്കേഷനകത്തുള്ള ഇതൊക്കെ വേണ്ടി വരും. കോപ്പി ദിസ് ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. ഓക്കെ, ആൻഡ് ഇനി ചെയ്യേണ്ടത് അബൌട്ട് വിഡ്ജറ്റിൽ വേറൊരു എറർ കൂടി ഉണ്ട്. സെക്ഷൻ കണ്ടെയ്നറും കൂടി എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഈ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഈ ക്ലാസ് ഒക്കെ നമ്മൾ ഇവിടുന്ന് ഐസൊലേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? അതത് ഇമ്പോർട്ട്സ് ഇവിടെ ഉണ്ടായിരിക്കണം. ഇമ്പോർട്ടൊക്കെ കൂടി ഒറ്റ ഫയൽ ചെയ്തോളൂ, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യിക്കാം. ഞാൻ അപ്പോൾ അങ്ങനെ എഴുതുന്നില്ല, അങ്ങനെ എഴുതാം. അല്ല, ഓരോന്നിൻ്റെയും ടോപ്പിൽ കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനെ എഴുതുന്നതിന് പകരം നിങ്ങൾക്കൊരു എക്സ്പോർട്ട് ചെയ്തിട്ട് ആ ഫയലിനെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്യാം. ഓക്കെ, ആൻഡ് നൗ യു ഹാവ് എക്സാക്ട്ലി നേരത്തെ കണ്ട പോലെ തന്നെ ആയിരിക്കും എന്ത് നമ്മളുടെ പേജ് ഉണ്ടായിരിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ട എന്താണ്? നമുക്കിതിൻ്റെ താഴെ നമുക്ക് ഈ സെക്ഷൻ കഴിഞ്ഞ് വേറൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സെക്ഷനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ആ സെക്ഷൻ്റെ പേര് ആക്ച്വലി എന്തായിരിക്കും? ഇതാണ്. എവിടെ? ഓക്കെ, എഗെയിൻ ഞാനൊരു സ്പേസർ വിഡ്ജറ്റിനെ ഹൈറ്റ് കോൾ ചെയ്തു. ഹൈറ്റ് എന്ന് പറയുന്നത് 20 ഹൈറ്റ് കൊടുത്തു. ആൻഡ് യു നീഡ് എഗെയിൻ എ സെക്ഷൻ. അത് വേറൊരു സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഹൈറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് width is actually size.width ആണ്. ഓക്കെ, ആൻഡ് ചൈൽഡ് എന്ന് പറയുന്നത് again a column and children and cross axis element start ആണ്, not start. ഓക്കെ, ആൻഡ് children text നമുക്ക് എന്ത് വേണം? you need to have a text like this, skills. ഓക്കെ, ആൻഡ് സ്കിൽസിൽ സ്റ്റൈൽ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യണം? the style to be style. നമുക്ക് വേണ്ടത് തീം ഡാറ്റയിൽ നിന്നും actually I need theme data dot text theme dot you need body large. So save this.
അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരണം? You have something like this skills. Actually, ഇവിടെ നമുക്ക് എന്ത് വേണം? ഒരു വേറൊരു കളറാണ്, ഒരു ഷെയ്ഡ് വേറെ കളറാണ്. ആൻഡ് കം ഹിയർ, ഐ ജസ്റ്റ് ക്രിയേറ്റഡ് എ കളർ ഹിയർ, കളർ 2, കണ്ടെയ്നർ കളർ 2 എന്ന് വേണ്ടി ഒരു കളർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി നീഡ് ടു യൂട്ടിലൈസ് ദാറ്റ് കളർ ഫോർ ദിസ് കണ്ടെയ്നർ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? കളർ പാസ് ചെയ്യാണ്. ദാറ്റ് ഈസ് എ കളർ. ആൻഡ് സേവ് ദിസ് ആൻഡ് കം ഹിയർ. നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? സ്കിൽസ് എന്നുള്ളതിന് വേറൊരു കളറിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ താഴെ നമ്മളെ സ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, സ്കില്ല് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഇതേപോലെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. സ്കിൽ കണ്ടെയ്നർ ഇതേപോലെ ആഡ് ചെയ്യാം. ഈ സ്കിൽസും ഇതേപോലെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് അല്ല, ഫുൾ സ്ക്രീനിൽ ഫുൾ വിഡ്ത്ത് എടുത്ത് നിൽക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഭംഗിക്കുറവുണ്ടാവും. അപ്പോൾ ഞാനിവിടെ 20 ഹൈറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? സ്കിൽസ് എന്ന് പറയുന്നത്, ഐ എം ഗോയിങ് ടു സ്പ്ലിറ്റ് മൈ സ്കിൽസ് ടു ടെക്സ്റ്റ്, ദിസ് ടു ബി mobile development, or you can have soft skills. ഓക്കെ, രണ്ട് രീതിയിൽ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സോഫ്റ്റ് സ്കിൽസ് വേണ്ടി എന്ത് ചെയ്തു? ഒരു ഏരിയ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹെഡിങ് വന്നിട്ടുണ്ടായിരിക്കും, സോഫ്റ്റ് സ്കിൽസ് അല്ല. ആക്ച്വലി എനിക്ക് വേണ്ടത് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റൈൽ ടു ബി ബോഡി സ്മോൾ, ബോഡി സ്റ്റൈൽ, ദിസ് തിങ്. ഓക്കെ, സോ അപ്പോൾ അതെന്തായിരിക്കും? സ്മോളർ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും, ലൈക്ക് ദിസ്. ഓക്കെ, സോഫ്റ്റ് സ്കിൽസ്. ആൻഡ് ഇവിടെ എനിക്ക് എന്ത് വരണം? അതിൻ്റെ താഴെ എനിക്ക് എൻ്റെ സോഫ്റ്റ് സ്കിൽസ് ആഡ് ചെയ്യണം. ആൻഡ് അപ്പുറത്ത് എനിക്ക് നമുക്ക് വേറെ സ്കിൽസ് നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബ്ലാങ്ക്നെസ് പോകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് ഹാർഡ് സ്കിൽസ് ഉണ്ട്, സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ഓക്കെ, ആൻഡ് നൗ ഐ ഹാവ് മൈ ഹാർഡ് സ്കിൽസ് ഹിയർ. ഐ നീഡ് ദ സ്കിൽസ് ടു ബി ലൈക്ക് ദിസ്. ഇതേപോലെ തന്നെ എനിക്ക് എന്ത് വേണം? സ്കിൽസ് വേണം. അത് നമുക്ക് വേറൊരു സ്റ്റൈലിൽ ചെയ്യാം. ഇപ്പം എനിക്ക് ഇതിൻ്റെ താഴെ ഐ എം ഗോയിങ് ടു ഹാവ് എ റോ ഹിയർ, റോ children. Okay, and this is going to be an expanded. Okay, and നമ്മളിവിടെ നമ്മളുടെ ഈ സാധനം ഉണ്ടല്ലോ, എബൌട്ട് വിഡ്ജറ്റ് ഉണ്ടല്ലോ, എബൌട്ട് അല്ല, ഈ വിഡ്ജറ്റ് ഇതിൽ ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇതേപോലെ ഇതിനുള്ളിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ സോഫ്റ്റ് സ്കില്ലിന് കൊടുത്ത്, ലെറ്റ് മീ കട്ട് ദിസ് ഫ്രം ഹിയർ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? സെയിം ആ ലിസ്റ്റ് വ്യൂ ബിൽഡർ ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട് ഞാൻ. വേറൊരു സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫ്രാക്ഷണലി ലിസ്റ്റ് വ്യൂ ബിൽഡറൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഇത് കോപ്പി ചെയ്തു. ലെറ്റ് മീ കോപ്പി ദിസ് തിങ്. ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ചൈൽഡ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ആൻഡ് എക്സ്പാൻഡഡ് ആണ്. എക്സ്പാൻഡിൻ്റെ ഉള്ളിൽ or you can copy the entire expanded. നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഈ എൻറ്റയർ എക്സ്പാൻഡഡ് ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ദെൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? ഇവിടെ സ്കില്ലിൻ്റെ അവിടെ എന്ത് വന്നിട്ടുണ്ടായിരിക്കും? സെയിം ഇതേപോലെ വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് സീ ദിസ് തിങ്, ആൻഡ് ദിസ് ഈസ് ഇൻസൈഡ് എ റോ. സോ ഇതൊരു കോളത്തിലാണ്. അതിൽ ഒരു റോ വെച്ചു, അതിൽ എക്സ്പാൻഡ് ചെയ്യിച്ചു. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് എ ഇഷ്യൂ? നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ചെയ്ത് റോ, എന്നിട്ട് ആ എക്സ്പാൻഡഡിൽ എന്തുണ്ട്? ഒരു കോളം ഉണ്ട്. ആ കോളത്തിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ഈ സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളത് ഇവിടെ നിൽക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രശ്നം തീരും. ഇതേപോലെ വന്നു. ഓക്കെ, ദെൻ ഇത് നമുക്ക് വേറൊരു രീതിയിൽ എന്ത് ചെയ്യാം? എഡ്യൂക്കേഷണൽ ഇൻഫോ ഒന്നും അല്ല വേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം? ലെറ്റ് മീ ദിസ് ഷുഡ് ബി ഹാർഡ് സ്കിൽസ്. ഹാർഡ് സ്കിൽസ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഐ ഹാവ് 4 skills ഹിയർ. ദെൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യാം? Flutter. Okay,
സബ് ടൈറ്റിൽ വേണ്ട. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഫ്ലട്ടർ എന്നായിരിക്കും വന്നില്ല, കാരണം നമ്മൾ സെയിം ഡാറ്റ ആണല്ലോ, ഡാറ്റ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ലിസ്റ്റും നമ്മൾ കൊടുത്തിട്ടില്ല. ഇങ്ങനെ വന്നു. ഇതേപോലെ നമുക്ക് എന്ത് വേണം, ഇതിപ്പോൾ നമുക്ക് വന്നേക്കുന്ന ഒരു കാർഡായിട്ടാണ് വന്നേക്കുന്നത്. ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സ് ആണ്. ആൻഡ് അത് ഒരു എക്സ്പാൻഡിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിട്ടേൺ ചെയ്ത് വരുന്നത്. ആൻഡ് ലെറ്റ് മീ റാപ്പ് ദിസ് വിത്ത് ഈ ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സിനെ ഞാനൊന്ന് സ്റ്റൈൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഇതിനെ ഞാനൊരു കാർഡ് വെച്ച് റാപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വരിക നോക്കാം. ഇവിടെ നൗ യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ദെൻ ഐ ഡോണ്ട് നീഡ് ദിസ് കാർഡ് അഗെയിൻ. ഈ കാർഡ് എനിക്ക് ആവശ്യമില്ല. അതല്ലെങ്കിൽ നമ്മൾ ഈ കാർഡിൻ്റെ എലവേഷൻ കളറും കളഞ്ഞു. ഓക്കെ, ദെൻ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് വരും, ഇങ്ങനെ വന്നു. ഇത് അപ്പുറത്തില്ലാത്തതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, അത് ഫുൾ വിഡ്ത്തിൽ പോയേക്കുന്നത്. ഇവിടെ ഞാൻ കോപ്പി ചെയ്തു, ഒന്നുകൂടി ഞാൻ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ബോക്സ് കിട്ടും. ഓക്കെ, ഹാർഡ് സ്കിൽസും ഉണ്ട്, സോഫ്റ്റ് സ്കിൽസും ഉണ്ട്. ഇപ്പം നമ്മളുടെ ഇതൊരു കാർഡായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമ്മളുടെ ഈ കാർഡ് നമുക്ക് ആവശ്യമില്ല, ഇത് ഞാൻ കളയാണ്, റിമൂവ്. അപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ ലിസ്റ്റ് ടൈലിൻ്റെ അത് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, സത്യത്തിൽ ഓക്കെ, ഇത് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സ് ആണ്. ഐ ഡോണ്ട് നീഡ് ദിസ് കാർഡ് ആൻഡ് ഐ ഡോണ്ട് നീഡ് ദിസ് കാർഡ് ഓൾസോ. ആൻഡ് റിമൂവ് ദിസ് വിഡ്ജറ്റ്, സേവ് ദിസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം. Okay, row expanded, and remove this expanded from here and save this and copy this again, paste it and come here. ഇവിടെ വന്നാൽ നമുക്ക് എന്ത് കാണാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈസ്തറ്റിക് സ്കിൽ അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ആൻഡ് ഐ ഡോണ്ട് നീഡ് ദാറ്റ് മച്ച് ഹൈറ്റ് ഫോർ ദിസ് തിങ്. ഇവിടെ നമ്മൾ എത്രയോ ഹൈറ്റ് കൊടുത്തു വെച്ചിട്ടുണ്ട്, 100 എന്ന് കൊടുത്തു വെച്ചാൽ, കാരണം ഇതിനകത്തൊരു ഒറ്റ കാര്യം നമ്മൾ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു 45 ഹൈറ്റ് മതി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി തിക്കറായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഇതൊരു കാർഡാക്കണം നമുക്ക്. ഓക്കെ, ഏത് ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ ഇതുണ്ടല്ലോ, ഈ സാധനത്തെ നമുക്കൊന്ന് റാപ്പ് ചെയ്ത് നോക്കാം. റാപ്പ് വിത്ത് എ വിഡ്ജറ്റ് കാർഡ്. ഓക്കെ, എന്തായിരിക്കും വരിക നോക്കാം. കം ഹിയർ, നൗ യു ഹാവ് എ കാർഡ് ഹിയർ. ആൻഡ് ഇത് ഇവിടെ ഫുൾ വിഡ്ത്തിൽ വന്നു, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ്. ഇതേപോലൊരു കാർഡാണ് എനിക്ക് അപ്പുറത്തും വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇനി എന്ത് വരണം, ഇതൊന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാം. ഇത് കോപ്പി ചെയ്തു, റിട്ടേൺ ചെയ്യുന്നത് ലിസ്റ്റ് വ്യൂ ബിൽഡറിന് പകരം ഇവിടെ ഞാൻ എന്ത് ചെയ്തു, കാർഡ് എഴുതി. നിങ്ങൾക്ക് ഇവിടെ കാർഡിന് ഐ എം ഗോയിങ് ടു ഗിവ് എൻ എലവേഷൻ ഓഫ് 5.0, കളർ ടു ബി primary color, and save this. What will be the output? Let's check. And this is the output. Okay, then ഇതേപോലത്തെ സെയിം ഇപ്പുറത്തൊരു കാർഡ് കൂടി വേണം. ഇതേ കാര്യം ഞാൻ കോപ്പി ചെയ്തു, എന്നിട്ട് നമ്മളുടെ മുകളിലുള്ള കാർഡിന് എന്ത് ചെയ്തു, ആ രീതിയിലേക്ക് മാറ്റാം. കാർഡ് ഇവിടെ പേസ്റ്റ് ചെയ്തു, സേവ് ദിസ്. സെയിം രണ്ടും ഒരേപോലെ എന്ത് ചെയ്തല്ലോ വന്നിട്ടുണ്ടാക്കി. ആൻഡ് ഇനി നമുക്ക് വേണ്ടത്, ഇതും ഇത്രയും വിഡ്ത്തൊന്നും വേണ്ടല്ലോ, ഇത്രയും വിഡ്ത്തിലൊന്നും പോകേണ്ട ആവശ്യമുള്ളത്. നമുക്കിതിനൊന്ന് റീസൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്ത് ചെയ്യേണ്ടി വരും. ആൻഡ് ദിസ് ഷുഡ് ബി റാപ്പ് ദിസ് വിത്ത് എ വിഡ്ജറ്റ്. ലെറ്റ് മീ ഹാവ് എ ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സ്. നമുക്കിവിടെ വേണ്ടത് വിഡ്ത്ത് ഫാക്ടർ സെറ്റ് ചെയ്തു. സി ഐ നീഡ് ദ 0.65 വിഡ്ത്ത് മതി. എക്സ്പാൻഡിൻ്റെ ഉള്ളിലാണ്. വിഡ്ത്ത് കിട്ടുമോ എന്ന് എനിക്കറിയാം. ഓക്കെ, വിഡ്ത്ത് കിട്ടി. ഓക്കെ, ഇത്രയും മതി. ഇവിടെ ഒരു ബിഗ് ടെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ കൊള്ളണം. ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് അപ്പുറത്തും വേണ്ടത്. കോപ്പി ദിസ്. ഈ എക്സ്പാൻഡിൻ്റെ ഉള്ളിൽ ഈ കാർഡിന് പകരം നമുക്ക് ഇതൊന്നിട്ട് നോക്കാം. പേസ്റ്റ് ഇറ്റ് ഹിയർ. സോറി,
paste it here, save this. ഇപ്പോൾ നമുക്ക് രണ്ട് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഇനി നമുക്കിവിടെ ഈ കാർഡിൽ ഉള്ള കണ്ടന്റ്, അതായത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ കാർഡിന് പാഡിങ് ഒന്നുമില്ല. സോ യു ക്യാൻ ഗിവ് എ റാപ്പ് വിത്ത് എ പാഡിങ്. ഐ എം ഗോയിങ് ടു ഗിവ് എ പാഡിങ് ഓഫ് 20. അടുത്തത് ഒന്നുകൂടി അത് എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുമോ? കാർഡിനാണ് നമ്മൾ പാഡിങ് കൊടുത്തത്. അതിൻ്റെ ഉള്ളിൽ ഐ തിങ്ക് ഇവിടെ എല്ലാം കൊടുക്കേണ്ടി വരിക. ലിസ്റ്റ് ട്യൂബിൽ റിട്ടേൺ ചെയ്യുന്ന ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സുകളാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അതിനുള്ള ലിസ്റ്റ് ട്യൂബ് ബിൽഡറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഈ കണ്ടെയ്നർ ഓരോരോ കണ്ടെയ്നർ വരുന്നുണ്ട്, അതിനൊരു പാഡിങ് കൊടുത്തു നോക്കാം. റാപ്പ് വിത്ത് പാഡിങ് ഓർ ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സ്, അതിൻ്റെ ഉള്ളിലാണ് ഈ കാർഡ് കിടക്കുന്നത്. സോ നമ്മളിപ്പോൾ ഇതിനെ റാപ്പ് ചെയ്തത് ഇവിടെയാണല്ലോ അല്ലേ? ഇവിടെ നോക്കാം, അലൈൻമെന്റ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് സേവ് ചെയ്യട്ടെ. സേവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ പാഡിങ് അവിടെ വന്നിരുന്നു. ആക്ച്വലി ഇങ്ങനെ ഉണ്ടായിരിക്കും. ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ. വലിയ പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. സ്കിൽസ്, ഹാർഡ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്. ഇനി നിങ്ങൾക്ക് ഒരെണ്ണം കൂടി, ഒരു കണ്ടെയ്നറും കൂടി, വേറെ എന്തെങ്കിലും ഡാറ്റയും കൂടി ഇവിടെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ലുക്സ് ഗുഡ്. ഞാൻ സേവ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് വരും, 3 ബോക്സസ് വരും ഇതേപോലെ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബാക്കി ഉള്ള സ്കിൽസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എന്ത് ചെയ്യാം, യു ക്യാൻ ആഡ് ദാറ്റ്. Okay, hard skills and that soft skills. Then you can have your certification, something like that. Okay, and or you can have languages known, frameworks ആക്കാം, languages, frameworks, then some other things, either and some UI by UX design. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഡു ദാറ്റ്. ആൻഡ് ഇവിടെ ഹാർഡ് സ്കിൽസിന് പകരം സ്കിൽസാണ്. ഹാർഡ് സ്കിൽസിന് പകരം ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ലാംഗ്വേജസ് എന്ന് കൊടുത്തു. ദാറ്റ് മീൻസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ദെൻ ഇവിടെ നമ്മൾ ഇതിന് പകരം ലെറ്റ് മീ ഹാവ് ഫ്രെയിം വർക്ക്സ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, UI bar UX കൊടുത്തു. ഓക്കെ, now save this and you can have that data. Okay, and this is more meaningful. And ഇത് that is okay. And ഇതിനെ വേണമെങ്കിൽ സെൻറ്റർ ചെയ്ത് നോക്കാം. ഈ കാർഡിനകത്ത് ഒരുപാട് സ്റ്റൈൽ ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്യുന്നത് ഫ്രാക്ഷണലി സൈസ്ഡ് ബോക്സ് ആണ്. ഇവിടെ നമ്മൾ അലൈൻമെന്റ് ഡോട്ട് സെൻറ്റർ ഒക്കെ ഉണ്ടാവും. ഇവിടെ സെൻറ്റർ എന്നു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, സെൻറ്ററിൽ വന്ന് അത് ഭംഗിയില്ലല്ലേ? സെൻറ്ററിൽ വരുമ്പോൾ ഭംഗിയില്ല. അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ മതി. ഓക്കെ, സെൻറ്റർ. ഓക്കെ, ആൻഡ് കം ഹിയർ. ആൻഡ് ഇനി ഇതിൻ്റെ താഴെയുള്ള സെക്ഷൻ, ഇതിൻ്റെ താഴെ എന്താണുള്ളത് നോക്കാം. ഇതിൻ്റെ താഴെ നമുക്കുള്ളത് സ്കിൽസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊജക്ട്സ് കംപ്ലീറ്റഡ് വേണം. ദാറ്റ് ഈസ് ജസ്റ്റ് കാർഡ്സ്. നമുക്ക് വേണ്ടത് കാർഡാണ് വേണ്ടത്. ആൻഡ് ഇവിടെ നമ്മൾ ഹെഡിങ് മാറണം. അപ്പോൾ ഞാൻ മാറ്റിയിട്ടില്ല, കോപ്പി ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷൻ ചെയ്യേണ്ടത് പ്രൊജക്ട്സ് കംപ്ലീറ്റഡ് എന്നുള്ള സെക്ഷനാണ്. അത് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കളറ് വേറെ കളറിലാണ് വന്നത്. ഇത് നിങ്ങൾക്ക് ഐസൊലേറ്റ് ചെയ്യാൻ ഇവിടുന്ന് നമ്മളുടെ ഈ ഒരു സ്കിൽസ് എന്ന് പറയുന്ന ഈ വിഡ്ജറ്റിന് ഇതിനെ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ട് വിഡ്ജറ്റ്, സ്കിൽസ് വിഡ്ജറ്റ് എന്നുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തു. ഓക്കെ, സത്യത്തിൽ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിലുള്ള ആ 3 സ്കില്ലിനെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. അതായത് ഹാർഡ്, സോഫ്റ്റ്, ദെൻ UI UXുമായിട്ട് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. ഐ തിങ്ക് that may be the right thing to do, because നമ്മളിത് മൊബൈലിൽ വരുമ്പോൾ താഴോട്ടൊക്കെ ആയിരിക്കും കാണിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് റീയൂസ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ നമ്മളുടെ ലാംഗ്വേജസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ഇതാണ് ഈ എക്സ്പാൻഡഡ് ആണ്.
ഇതാണ് നമ്മളുടെ ലാംഗ്വേജസ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീഫാക്ടർ ചെയ്യുക, എക്സ്ട്രാക്ട് ദിസ് തിങ്, ലാംഗ്വേജസ് വിഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇതിനെ ഞാൻ എക്സ്ട്രാക്ട് ചെയ്തു. ഇത് നമ്മുടെ ഫ്രെയിം വർക്ക്സ് ആണ്. അവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ആൻഡ് നോട്ട് റാപ്പിംഗ്, ഇറ്റ് ഈസ് എക്സ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഷുഡ് ബി ഫ്രെയിം വർക്ക്സ് എന്ന് വേണ്ടി എന്ത് ചെയ്തു. Okay, then one more thing is the last one is design. Okay, extract widget, design widget. Okay, so these are the widget, and we have that classes here. You can separate this into a new file like separate it. Okay, and this is the row we actually need inside this thing. Okay, ഇതിൽ ഇനിയും പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് മൊബൈലിൽ വരുമ്പോൾ ഇവിടെ റോ ആയിരിക്കില്ല കാണിക്കേണ്ടി വരിക, കോഡായിരിക്കും കാണിക്കേണ്ടി വരിക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ഇനി നമ്മളുടെ ഇതിന്റെ താഴെ വന്നിട്ട് ആഡ് എ സ്പേസർ ഹിയർ, കോമ സ്പേസർ ഹിയർ, copy this thing, and I just added a spacer there, so that's why you have a space here 20. ഇനി ഇതിന്റെ താഴെ I'm going to have another section container with a size section container width എന്ന് പറയുന്നത് size dot width ആണ്. Okay, and the child should be a column children. Text എന്ന് പറയുന്നത് you need something like projects completed. Style എന്ന് പറയുന്നത് you need theme data dot text theme dot body large. Okay, then alignment, main axis alignment start ആണ്, cross axis alignment start ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും, യു ഹാവ് പ്രൊജക്ട്സ് കംപ്ലീറ്റഡ്. ഒരു കളറും കൊടുത്തില്ലെങ്കിൽ ആ ബോഡിയിലുള്ള കളർ എടുത്ത് വരുന്നതാണ്. ബോഡിക്ക് സ്കഫോൾഡ് നമ്മൾ കളർ കൊടുത്തിട്ടുണ്ടല്ലോ, ആ കളർ എടുത്തിട്ടാണ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ താഴെ നമ്മൾ അടുത്ത സെക്ഷൻ, അടുത്ത കാര്യം ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ താഴെ എന്താണുള്ളത്, യു നീഡ് എ സ്പേസർ ഹൈറ്റ് ഓഫ് 20. ആൻഡ് ഇവിടെ നമുക്ക് എന്ത് വരണം, ഇറ്റ്സ് ആക്ച്വലി ഹൈറ്റ് കോളൺ 20 എന്നാണ്. ഓക്കെ, ഹൈറ്റ് 20. ഇതിന് പകരം സൈസ് ടു ബോക്സ് ഉപയോഗിക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ, ആൻഡ് ഇവിടെ രണ്ടും ഒരേപോലെ തന്നെയാണല്ലോ അല്ലേ, നമ്മളത് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കോഡ് വലിയ ലാഭമൊന്നുമില്ല. ഓക്കെ, പ്രൊജക്ട്സ് കംപ്ലീറ്റ് ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് എന്ത് വേണം, കാർഡ്സ് വരണം. ഓക്കെ, സോ ലിസ്റ്റ്, let's have a list view dot builder. Okay, and this list view dot builder, and you can have a context here, index, actually index on index. Then this is going to return, you can have projects cart. Okay, we haven't created that cart here, so let's go to the widget, new dot file, that is projects, use a small letter, project cart underscore widget. Okay, import material, and this is a stateless widget, project cart widget, and this is going to return a cart. Okay, the child should be a container. Height നിങ്ങൾക്ക് കൊടുക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് ഐ നീഡ് എ ഹൈറ്റ് ഓഫ് 250 ഹൈറ്റ്. നമുക്ക് നോക്കാം. വിഡ്ത്ത് എന്ന് പറയുന്നത് ആൻഡ് ഐ നീഡ് എ 400 വിഡ്ത്ത്. ഓക്കെ, ഞാൻ ഫിക്സഡ് കൊടുക്കുകയാണ്, നമ്മളതിനെ ആൾട്ടർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ചൈൽഡ് ഷുഡ് ബി, നമുക്ക് വേണ്ടത്, നമ്മുടെ ഡിസൈനിൽ വേണ്ടത് ചൈൽഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് വേണ്ടത് ഇവിടെ എന്താണെന്ന് നോക്കുക. നമ്മൾ ഡിസൈൻ എടുത്ത് നോക്കുക. നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത്, ഒരു കാർഡ് വരണം, അതിൽ ഒരു പിക്ചർ, ദെൻ അതിൻ്റെ താഴെ എന്തുണ്ട്, ജസ്റ്റ് ആ പ്രൊജക്റ്റിൻ്റെ പേര്, അതിൻ്റെ ടൈപ്പ്, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആൻഡ് യു ക്യാൻ ഹാവ് എ ലിങ്ക് ടു ദാറ്റ് ആക്ച്വൽ ലിങ്ക്. അത് വെബ് ആണെങ്കിൽ വെബിലേക്കുള്ള ലിങ്ക്, അതല്ലെങ്കിൽ യു ക്യാൻ ഹാവ് സംതിങ് എൽസ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ
ചൈൽഡ് ഉണ്ട്, ദെൻ ചൈൽഡ് എഴുതി. ദെൻ ഇനി നമുക്ക് എന്ത് വരണം, ഇവിടെ ലെറ്റ് മീ ഹാവ് എ സ്റ്റാക്ക് ഹിയർ, സ്റ്റാക്ക് ചിൽഡ്രൻ. ആദ്യം നമുക്ക് എന്ത് വേണം, ഐ നീഡ് എ കണ്ടെയ്നർ. ഹൈറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 250 ഹൈറ്റ് ഉള്ളൂ. ഐ എം ഗോയിങ് ടു ഗിവ് എ 200 ഹൈറ്റ്. വിഡ്ത്ത് 100%, അതിൻ്റെ റെഫറൻസ് വിഡ്ത്ത് ആയിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ ഐ എം ഗോയിങ് ടു ഗിവ് എ decoration, box decoration, then image and decoration image, again image, okay, asset image, assets slash img slash profile dot png ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ തൽക്കാലത്തേക്ക് കൊടുത്താണ്. ആൻഡ് യു ക്യാൻ സേവ് ദിസ്. നോ, യു ഹാവ് an error and come here and I think project card widget, that is the name. Okay, and save this and come here. You haven't given any item count here. Maybe you'll get an error here because this is in a column list view, and make this inside an expanded wrap with a widget called expanded. Okay, and give a shrink wrap and item count. Item count എന്ന് പറയുന്നത്, see, I need to have 4 cards in a row. Okay, then let me have a shrink wrap true and save this again. No, you have errors here. What is the error? Inside a column expanded on projects card fixed height ൽ വന്നു, റാപ്പ് ചെയ്യാൻ പറഞ്ഞു, item count shrink wrap ചെയ്തു. Then why this is here? You have scroll direction horizontal. Save this, come here, still that error. Okay, so what is the error? You have a rendering error somewhere, and we need to fix that error. And this very simple error, it's not an error, that's a rendering issue. കോഡിലുള്ള എറേഴ്സ് ആണ് സത്യത്തിൽ. കസ്റ്റം സെക്ഷനകത്ത് എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക, സ്റ്റാക്ക് ഉണ്ട്. ഓക്കെ, ലിസ്റ്റ് വ്യൂ ബിൽഡറിനകത്ത് പ്രൊജക്ട്സ് കണ്ടെയ്നർ ഉണ്ട്. പ്രൊജക്ട്സ് കണ്ടെയ്നറിനകത്ത് കണ്ടെയ്നർ ഇറ്റ്സ് എ സ്റ്റാക്ക്. ഓക്കെ, റിട്ടേൺ എ കാർഡാണ് റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് നമുക്കിവിടെ വന്നിട്ട് ഈ എക്സ്പാൻഡറിന് പകരം ഒരു ഫിക്സഡ് ഹൈറ്റ് ഉള്ള കണ്ടെയ്നർ കൊടുത്തു നോക്കാം. യു ക്യാൻ ഹാവ് ദാറ്റ് സെക്ഷൻ കണ്ടെയ്നർ വിത്ത് എ ഹൈറ്റ് ഓഫ്, സി, ഞാനൊരു 250 ഹൈറ്റ് കൊടുത്തു. സേവ് ചെയ്താൽ വരുമോ? ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് കാർഡ്സ് ഹിയർ. ഓക്കെ, ഇവിടെ സ്ക്രോൾ ഉണ്ടായിരിക്കും. നോ, ഇറ്റ്സ് നോട്ട് സ്ക്രോളിങ്. വൈ ഇറ്റ് ഈസ് നോട്ട് സ്ക്രോളിങ്? because we give it shrink wrap ചെയ്തു. Save this. What is the issue here? It's not scrolling. Can anybody say what is the issue? Why it isn't scrolling? We are in the web. Why it isn't scrolling? Let's check what is the issue, and let's do the remaining card and give a color to this container. That is actually primary color, and save this. And you're not going to visually you're not going to get anything. You have a card here. Okay, and I need that primary, that color to be here in the card also. And elevation is actually 5.0. Then come here, let's check. Now you have a card with that height, and the width is actually like this. Okay, let me give another color to this card, that is red. What will be the output? നമുക്കൊന്ന് കാർഡ് ഒന്ന് വിഷ്വലി കാണാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാർഡ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഇമേജ് എന്ത് ചെയ്തു, കണ്ടെയ്നർ 250 നമ്മൾ കൊടുത്തിട്ടുണ്ട്.
then why the color card container height 250 ആണ്, ഇമേജിൻ്റെ ഹൈറ്റ് 250 ആണ്, ആൻഡ് നമ്മളുടെ ഇവിടെ കൊടുത്ത ഹൈറ്റ് ആൻഡ് ഐ നീഡ് 400 ഹൈറ്റ് കൊടുത്തു. എന്താ വരിക നോക്കുക. Now you have a bigger card. Okay. Bigger card വന്നു. Actually I need 3 cards. 3. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്രിഡ് വ്യൂവിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റോൾ എത്ര എണ്ണം വേണമെന്ന് ഫിക്സ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മളിത് സ്ക്രോൾ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, താഴോട്ടല്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ 4 വന്ന ഒരെണ്ണം കൂടി വരും, അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം, സ്ക്രോൾ ചെയ്യണം. ലെറ്റ് മീ ടേക്ക് അനദർ ഇമേജ്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ഇമേജ് നമുക്ക് പിക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് അൺസ്പ്ലാഷിൽ പോയിട്ട് ഞാൻ പുതിയൊരു ഇമേജ് പിക്ക് ചെയ്യാണ്. ഐ നീഡ് പ്രൊഫൈൽ ഇമേജ്. ലെറ്റ് മീ ടേക്ക് എൻ ഇമേജ്. ഫ്രണ്ട് ഫേസിങ് ഇമേജ് ഉണ്ടോ നോക്കാം. ഇത് നമ്മൾ പ്രൊജക്ട്സ് ആണ് ചിത്രത്തിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രൊജക്ട്സിൻ്റെ ഇമേജ് ആണ്. സി ഐ നീഡ് വെബ്സൈറ്റ് ഇമേജ്. It's not coming. Let me take a screenshot. Okay, I need this website. Actually, this site is done by me. Okay, so that's why I took this site. Just on a screenshot എടുക്കുന്നുണ്ട്. I need the visible part. Okay, and I need the visible part. Okay, done. സ്ക്രീൻഷോട്ട് എടുത്തു, ഡൗൺലോഡ് ചെയ്തു. ദെൻ ഞാനത് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, സേവ് ചെയ്തു. ദെൻ നമ്മൾ പ്രൊജക്റ്റിലേക്ക് എന്ത് ചെയ്യണം, ആ ഇമേജ് ഒന്ന് ഞാൻ മാനുവലി ആഡ് ചെയ്യാണ്. ഡൗൺലോഡ്സിൽ വന്നിട്ട് ഈ ഇമേജ് എടുത്തു, കോപ്പി ദാറ്റ് ഇമേജ് ആൻഡ് ആഡ് ദാറ്റ് ഇമേജ് ടു യുവർ അസറ്റ്. ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഷുഡ് ബി പ്രൊജക്റ്റ്. സോ പ്രൊജക്ട്സ് കാർഡിൽ പോയിട്ട് ആൻഡ് പ്രൊവൈഡ് ദിസ് ആസ് project. Save that. Now come here. There is no image because നമ്മൾ app project.png. Stop this, run it again. Okay, പുതിയ അസറ്റ് ആഡ് ചെയ്തല്ലേ, മേ ബി അത് വന്നിട്ടുണ്ടായിരിക്കില്ല, ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇമേജ് അവിടെ ഉണ്ടായിരിക്കണം ബാക്ക്ഗ്രൗണ്ടിൽ. ദെൻ അതിൻ്റെ താഴെ നമുക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നമുക്ക് എന്ത് വേണം, ഇത് കഴിഞ്ഞിട്ട് ഈ കണ്ടെയ്നർ കഴിഞ്ഞിട്ട് സ്റ്റാക്കാണിത് ആക്ച്വലി. സോ ഐ നീഡ് എ ടെക്സ്റ്റ് ഹിയർ ഐ വാണ്ട് ദിസ് ടു ബി DPO ക്യുസാറ്റ്. ഓക്കെ, എൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ബോഡി സ്മോൾ ആണ്, ബോഡി സ്റ്റൈൽ. സേവ് ദിസ്. ഇവിടെ വന്ന് നോക്കാം, നമുക്ക് വന്നു നോക്കാം. കം ഹിയർ. നൗ യു ഹാവ് DPO കുസാറ്റിൻ്റെ ഹോം സ്ക്രീൻ അവിടെ വന്നിട്ടുണ്ട്. ദെൻ ലെറ്റ് മീ റൺ ദിസ് അഗൈൻ, സേവ് ദിസ് അഗൈൻ. അപ്പോൾ നമുക്ക് താഴെ എന്ത് വേണം, സ്റ്റാക്കിൽ അതിൻ്റെ പുറത്ത് ആ ഇമേജ്, ആ എഴുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, ബിക്കോസ് സ്റ്റാക്ക് ആണല്ലോ. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യണം, ഒന്ന് പൊസിഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് യു ക്യാൻ യൂസ് എ വിഡ്ജറ്റ് കോൾഡ് റാപ്പ് വിത്ത് എ വിഡ്ജറ്റ്. You can have an align widget. ഇവിടെ നിങ്ങൾക്ക് ഓർ യു ക്യാൻ ഹാവ് പൊസിഷൻ വിഡ്ജറ്റ്. പൊസിഷൻഡ് എന്ന് പറഞ്ഞ വിഡ്ജറ്റ് ഉപയോഗിക്കാം. ആൻഡ് ദിസ് ഈസ് വെരി സിമ്പിൾ. പൊസിഷൻഡ് ഉപയോഗിക്കാം. ബോട്ടം 20 ഓർ ബോട്ടം ഞാൻ 40 കൊടുത്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് സേവ് ദിസ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും വരിക നോക്കാം. നൗ യു ഹാവ് DPO കുസാറ്റ്. ഓക്കെ, ഐ നീഡ് എ സ്മോൾ സ്പേസ് ഹിയർ. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഒരു ചെറിയ സ്പേസ് ലീവ് ചെയ്യണം. അത് ഓക്കെ, സ്പേസ് ലീവ് ചെയ്യണം. ആൻഡ് ഇത് നമുക്ക് ആക്ച്വലി നമ്മൾ കണ്ടെയ്നറിൻ്റെ ഇവിടെ 400 ഹൈറ്റ് ഉണ്ട്. എനിക്ക് 300 മതി, 400 വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. പക്ഷെ അതൊരു ഭംഗി ഉണ്ടാക്കില്ല, പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അത്രയും ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് ഷുഡ് ബി 400. വിഡ്ത്ത് എന്തായിരിക്കും, വിഡ്ത്ത് നമ്മൾ കൊടുത്തത് ഇവിടെ കൊടുത്ത വിഡ്ത്ത്
ദിസ് ഇസ് 400. സേവ് ചെയ്തു. ഇവിടെ ഞാൻ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് നീഡ് ദാറ്റ് ഹൈറ്റ് ഹിയർ ബിക്കോസ് ആ ഹൈറ്റ് എടുക്കില്ല, അപ്പുറത്തായിരിക്കും ഹൈറ്റ് എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് ഇങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക. നമുക്കൊരു റോയില് ഒരു റോയില് ഐ നീഡ് 4. വിഡ്ത്ത് ഒന്ന് കുറയ്ക്കുന്നുണ്ട് ഞാൻ. വിഡ്ത്ത് ഇവിടെ വന്നിട്ട് 400 വേണ്ട, ഐ നീഡ് 300 വിഡ്ത്ത്. കം ഹിയർ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാക്കി 3 ആൻഡ് ദിസ് ഇസ് മോർ ബ്യൂട്ടിഫുൾ. ഇനി ആ ഇമേജിൻ്റെ ഹൈറ്റ്, ഇമേജ് നമ്മൾ 200 കൊടുത്തിട്ടുള്ളൂ. ആക്ച്വലി ഐ നീഡ് 300 ഹൈറ്റ് ഇമേജിന്. വലുതാക്കി ഇമേജ്. ഇമേജ് ഒന്നുകൂടി എന്ത് ചെയ്യും, താഴോട്ട് ഇറങ്ങിയില്ല. വൈ ഇറ്റ് ഈസ് ഇൻ കമ്മിങ്. ഹൈറ്റ് 300 സ്റ്റാക്കിനുള്ളിലാണ്. ഹൈറ്റ് 300 കൊടുത്തു. ആൻഡ് ലെറ്റ് മീ ഹാവ് എ 350 ഹൈറ്റ്. കണ്ടെയ്നർ ഇതിന് ചൈൽഡ് ആയിരുന്നു കൊടുക്കുന്നുണ്ട്. ചൈൽഡ് കൊടുത്തു നോക്കാം. ചൈൽഡ് ഷുഡ് ബി image dot asset. Okay, and let me copy this path. ഫുൾ പരീക്ഷണമാണ്. ഞാനത് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല, അതാണ് ഇത്ര ടൈം എടുത്ത് ചെയ്യുന്നത്. ഐ തിങ്ക് നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആക്ച്വലി ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളെല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല ചെയ്യുന്നത്, നമ്മൾ പരീക്ഷ നോക്കുക തന്നെയാണ്. ഓക്കെ, ഞാൻ ഇത് റിമൂവ് ചെയ്തു ആൻഡ് സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഹൈറ്റ് മാറുന്നുണ്ടോ നോക്കാം. സംടൈംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒന്നും ഇത് എന്ത് ചെയ്യില്ല, ബിഹേവ് ചെയ്യില്ല. ആൻഡ് യെസ്, ഹൈറ്റ് മാറിയിരുന്നു. ഇങ്ങനെ വേണ്ടോ അവിടെ, എനിക്കിതൊന്ന് ഫില്ല് ചെയ്യണം. അപ്പം ഒന്ന് ഫിറ്റ് ചെയ്യിക്കാം. ഫിറ്റ് ആരുടെ പ്രോപ്പർട്ടിയാണ്, ഇമേജ് ഡോട്ട് അസറ്റിന് ഫിറ്റ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് ഷുഡ് ബി ബോക്സ് ഫിറ്റ് ഡോട്ട് കവർ. നേരത്തെയും അത് മാറിയിരുന്നില്ലേ, പഴയ പോലെ ആക്കാം. ഓക്കെ, ഐ ഡോണ്ട് നീഡ് ദിസ് ചൈൽഡ്. ഞാൻ ഇരിക്കുന്ന പോസ്റ്ററിൽ ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് എനിക്കത് കാണാൻ കഴിയുന്നില്ല. അതാണ് ലൈക്ക് ആ സ്ക്രീൻ ഞാൻ താഴ്ത്തിയാണ് വെച്ചേക്കുന്നത്, അപ്പോൾ അത് കാണാൻ പറ്റാതെ പോയതാണ്. ലെറ്റ് മീ ഹാവ് എ കവർ, ഫിറ്റ് ദാറ്റ് കവർ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എവിടെ എന്ത് വരും, യു ഹാവ് എ ബിഗർ ഇമേജ് ലൈക്ക് ദിസ്. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് ഐ നീഡ് ദിസ് ടു ബി എ 200 ഹൈറ്റ്. സേവ് ദിസ്. Okay, and you need a 300 height, bigger one, 300. Now come down. You have a bigger height. I don't need 200, 270. Then ഒന്നുകൂടി ചെറുതാക്കി ഞാൻ. അപ്പം എനിക്ക് ഇങ്ങനെ വരും. ആൻഡ് ഇതേപോലെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ കാർഡിനെ ഒന്ന് ഷേപ്പ് ചെയ്യണം. കാർഡിനെ ഷേപ്പ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഷേപ്പ് എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. റൗണ്ടഡ് റെക്ടാങ്കിൾ ബോർഡറിനെ കോൾ ചെയ്തു. ബോർഡർ റേഡിയസ് എന്ന് പറയുന്നത് സർക്കുലർ ആണ്. ലെറ്റ് മീ ഗീവ് എ 10 റേഡിയസ്. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ഒന്ന് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും, കർവ് ചെയ്തിട്ടുണ്ടായിരിക്കും ലൈക്ക് ദിസ്. വൈ ഇറ്റ് ഈസ് ഇൻ ഇറ്റ് ഈസ് നോട്ട് ഷോയിങ് ദ. സോ കോപ്പി ദിസ് തിങ് and let's write a decoration here. Decoration actually നമുക്ക് അവിടെ ഉണ്ടായിരുന്നു, ബോക്സ് ഡെക്കറേഷൻ, ആൻഡ് പേസ്റ്റ് ദിസ് ഡെക്കറേഷൻ. ആൻഡ് കളർ എന്ത് ചെയ്യണം, ഡെക്കറേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ കളർ അതിൻ്റെ ഉള്ളിൽ പോകണം. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. come down and you don't have that decoration. അപ്പോൾ ഇവിടെ വേണം എന്ത്, ഇവിടെ നമുക്ക് ആര് വേണം, ആ ബോർഡർ റേഡിയസ് വേണം. എവിടെ, ഡെക്കറേഷൻ്റെ ഉള്ളിൽ ഇതിന് നമുക്ക് എന്ത് വേണം, ബോർഡർ റേഡിയസ് സർക്കുലർ ഓഫ് 10. സേവ് ദാറ്റ്. കം ഹിയർ. നൗ യു ഹാവ് എ കർവ്. ഓക്കെ, ഇനി ഡി പി ഒ കുസാറ്റ് എന്നുള്ളത് ബോട്ടത്തുനിന്ന് എനിക്ക് 40 ഒന്നും പോകണ്ട, ഒരു 20 പോയാൽ മതി. 20 പോയാൽ മതി. ഓക്കെ, ആൻഡ് ലെഫ്റ്റിൽ നിന്നും ഒരു ചെറുതായിട്ട് എനിക്കൊന്ന് നീങ്ങണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ലെഫ്റ്റ് I'm going to give left also 20. So you can have this like this. And ഇവിടെ ഞാൻ ആഡ് ചെയ്യണം. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ എഴുതുകയാണ് വെബ്സൈറ്റ്. ഓക്കെ, നമ്മൾ ആക്ച്വലി ചെയ്യുമ്പോൾ നമുക്ക് റിയൽ ഡാറ്റ അവിടെ കൊടുക്കാം. ഓക്കെ, ആൻഡ് ഓരോ കാർഡ് കഴിഞ്ഞാലും എനിക്ക് എന്ത് വേണം, ഓരോ കാർഡ് കഴിഞ്ഞാലും എനിക്കൊരു മാർജിൻ വേണം. അപ്പോൾ ഇതാണല്ലോ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്.
നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാപ്പ് വിത്ത് ദിസ് വിഡ്ജറ്റ് കോൾഡ് റാപ്പ് ഇറ്റ് വിത്ത് എ പാഡിങ്. ഇവിടെ വന്നിട്ട് റാപ്പ് വിത്ത് പാഡിങ് കൊടുക്കുക. എഡ്ജ് ഇൻസെറ്റ് ഡോട്ട് ഓൺലി കൊടുത്തു ഞാൻ. ഓൺലി റൈറ്റ് സൈഡിൽ എനിക്ക് എന്ത് വേണം, ഒരു 10 പിക്സൽ, ഒരു 10 പാഡിങ് വേണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു സ്പേസ് എന്ത് കിട്ടും, ഓരോ കാർഡ് കഴിഞ്ഞാലും നമുക്കൊരു ഒന്നുകൂടി സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. സേവ് ദിസ്. Now you have 4 cards and come here, and this is in scrolling. Can anybody say why it is in scrolling in web? ഇത് ഞാൻ ഇതിൻ്റെ ഇൻസ്പെക്ട് അടിച്ചിട്ട് ഇതിനെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഇത് എന്ത് ചെയ്യും, ഇവിടെ റെസ്പോൺസീവ് ആക്കി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ സ്ക്രോൾ ചെയ്യും. ലൈക്ക് ഇവിടെ ഞാൻ റെസ്പോൺസീവ് ആക്കി, ഇവിടെ ഇത് സ്ക്രോൾ ചെയ്യും. പക്ഷെ നമ്മളിത് ഫുൾ സ്ക്രീനിൽ വരുമ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും സ്ക്രോൾ ചെയ്യാത്തതെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഫൈൻഡ് ചെയ്തിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല, ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടില്ല. പക്ഷെ വാട്ട് ഈസ് ദ ആക്ച്വൽ ഇഷ്യൂ ഒന്ന് നോക്കിയിട്ട് പറയണം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ, അതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമ്മളെ പ്രൊജക്ട്സ് കംപ്ലീറ്റഡ് ഏരിയ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ചെയ്തു. നമുക്ക് റിയൽ പ്രൊജക്റ്റ് ഇവിടെ വരണം വിത്ത് ഇമേജ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ലിങ്ക് ഒക്കെ കൊടുക്കാം. അതിൽ ആഡ് ദാറ്റ് ലിങ്ക് ഹിയർ. ഇവിടെ ഇപ്പോൾ സ്റ്റാക്കാണ്, ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ, റാപ്പിഡ് വിത്ത് റോ. ഓക്കെ, ഇപ്പുറത്ത് എനിക്ക് എന്ത് വേണം, ഐ നീഡ് എൻ ഐക്കൺ ഓർ ഐക്കൺ ബട്ടൺ വേണം. ഓൺ പ്രസ് ചെയ്തു. ഐക്കൺ എന്ന് പറയുന്നത് icons dot what, icons dot move, icons dot what, externally പോകാൻ വേണ്ടി icons dot arrow forward ആണ് ആയിക്കോട്ടെ, arrow forward. ഓക്കെ, കളർ എന്ന് പറയുന്നത് നമ്മുടെ BTN കളർ കൊടുക്കുക. ഓക്കെ, സേവ് ദിസ്. ആൻഡ് ഐ നീഡ് ദിസ് ടു ബി സ്പേസ് ബിറ്റ്വീൻ. മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് സ്പേസ് ബിറ്റ്വീൻ ആണ്. സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് വരണം, താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കം ഡൗൺ. ഓക്കെ, നൗ യു ഹാവ് ലൈക്ക് ദിസ്. വൈ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്? അങ്ങേയറ്റത്ത് എന്തുകൊണ്ടാണ് പോകാഞ്ഞത്? പൊസിഷൻഡ് ആണ്, റോ ആണ്. റോ ഫുൾ എടുത്തെടുത്തു. ദെൻ സ്പേസ് ബിറ്റ്വീൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത് അങ്ങേ അറ്റത്തേക്ക് ഈ അറ്റത്തേക്ക് വരാഞ്ഞത്? ഒന്നുകൂടി സേവ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഓക്കെ സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് സെൻട്രലാണ് നിൽക്കുന്നത്, ലെഫ്റ്റ്. സോ take this to be inside a container. കളർ എത്രത്തോളം കണ്ടെയ്നർ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ് കൊടുത്തത്. എന്താണ് ഇഷ്യൂ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന കാര്യമാണത്. ഓക്കെ, ആക്ച്വലി ഈ കണ്ടെയ്നർ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. സോ ഇതിൻ്റെ മെയിൻ ആക്സിസ് സൈസ് എന്ന് പറയുന്നത്, ലെറ്റ് മീ ഹാവ് മെയിൻ ആക്സിസ് സൈസ് ഡോട്ട് scroll. ഓക്കെ, ഇത് കൊടുത്തിട്ട് കാര്യമില്ല. വിഡ്ത്ത് എന്ന് പറയുന്നത്, വിഡ്ത്ത് ഇസ് ആക്ച്വലി സൈസ്. വി ടേക്ക് ദ മീഡിയ ക്വറി ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഡോട്ട് സൈസ് ഡോട്ട് വിഡ്ത്ത്. നൗ ഇറ്റ് ഈസ് ഇൻ ഫുൾ വിഡ്ത്ത്. ഇവിടെ ആ റെഡ് ഞാൻ ഒഴിവാക്കി. മേ ബി അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും. അതൊരു സിമ്മെട്രിക് ആയിരിക്കില്ല, ഇതങ്ങ് പോയി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? യു നീഡ് ടു ഹാവ് എ റൈറ്റ് ഹിയർ 20. ഓക്കെ അല്ലേ? നോ, ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. ആൻഡ് ഇതൊന്നുകൂടി സെൻട്രൽ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ അലൈൻമെൻറ്റ് കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോട്ടം 20 ആണ്. ആൻഡ് ദിസ് ഷുഡ് ബി എ 10. ആൻഡ് ഇതൊരു കണ്ടെയ്നറിൽ റോ ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുത്തു. ഓക്കെ, സേവ് ദിസ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്യുക. നൗ ഇറ്റ് ഈസ് ഓക്കെ.
ഓൾമോസ്റ്റ് ഓക്കെയാണ്. ആൻഡ് ഐ ഡോണ്ട് നീഡ് ദിസ് കേർവ് ഹിയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കേർവ് കാണാം. ഇവിടെ അവിടെ നമുക്ക് ആ കേർവ് വേണ്ട. അപ്പോൾ അതെവിടെ നോക്കുക, അത് ആർക്ക് കൊടുത്താണത്? ഇവിടെ കൊടുത്താണ്. ഇവിടെ നമുക്ക് എന്ത് മതി? ഓൺലി മതി. ഓൺലി എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ വേണം? ടോപ്പ് ലെഫ്റ്റിൽ വേണം. ദാറ്റ് ഷുഡ് ബി റേഡിയസ് ഡോട്ട് സർക്കുലർ ഓഫ് 10. ആൻഡ് ഇനി എവിടെ വേണം? ഇത് കഴിഞ്ഞിട്ട് കോമ ടോപ്പ് റൈറ്റിൽ വേണം. ദാറ്റ് ഈസ് ഓൾസോ റേഡിയസ് ഡോട്ട് സർക്കുലർ ഓഫ് 10. ഓക്കെ, ആൻഡ് പുട്ട് എ കോമ ഓൾസോ ഹിയർ. സേവ് ദിസ്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ചിലപ്പോൾ ഭംഗിയായിട്ടുണ്ടാവും. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഓക്കെ. അതല്ലെങ്കിൽ അവിടെ ഒരു കേർവ് വരുമ്പോൾ ചെറിയൊരു വൃത്തിയുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൊജക്ട്സ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് വൈ ഇറ്റ് ഈസ് ദർ ഈസ് എ പാഡിങ് ഹിയർ. ഓക്കെ, ആൻഡ് വിൽ ഫിക്സ് ഇറ്റ്. ലെറ്റ് മീ ഹാവ് ദിസ് ഇൻ എ മാക്സ് ഫുൾ സ്ക്രീൻ. ഓക്കെ, ആൻഡ് ഇനി ഇതിൻ്റെ താഴെയുള്ള സെക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ താഴെ ഇനി എന്താണല്ലോ നോക്കാം. ഇതിൻ്റെ താഴെയുള്ള സെക്ഷൻ ഏതായിരിക്കും? ഇതിൻ്റെ താഴെ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇവിടെ ഇത് ഗ്രിഡ് വ്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രിഡ് വ്യൂ വെച്ച് ചെയ്യാം. ഇനി നമുക്ക് എന്തായിരിക്കും വേണ്ടത്? ഇവിടെ ഒരു CTA സെക്ഷനാണ്, കോൾ ടു ആക്ഷൻ സെക്ഷനാണ് വേണ്ടത്. ആൻഡ് ദിസ് ഈസ് വെരി സിമ്പിൾ. ഈ ഒരു സെക്ഷൻ കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ CTA സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് സ്ക്രീൻ ലേഔട്ട്, നമ്മുടെ ലാർജ് സ്ക്രീൻ ലേഔട്ടിൽ വന്നിട്ട് ആഡ് എ സ്പേസർ ഹിയർ. ആൻഡ് okay, let's have a section, another section. And ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? The color should be your container color 2. Okay, the child should be a row. And children എന്ന് പറയുന്നത്, you need a text here, a large text. Okay, ആൻഡ് ഇവിടെ നമുക്ക് വേണ്ടത് യു നീഡ് ടു ഹാവ് സംതിങ് ലൈക്ക്, നമുക്കിവിടെ എന്ത് വേണം? ഇവിടെ നമ്മളുടെ ഡ്രിബിൾ എടുത്തു കഴിഞ്ഞാൽ, ഡ്രിബിൾ അല്ല, ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഐ നീഡ് സംതിങ് ലൈക്ക്, ഓക്കെ, ലുക്കിംഗ് ഫോർ എ ഫ്ലട്ടർ എക്സ്പേർട്ട് എന്ന് നമുക്ക് ചോദിക്കണം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ലുക്കിംഗ് ഫോർ എ ഫ്ലട്ടർ എക്സ്പേർട്ട് എന്ന് ചോദിച്ചു. ഇവിടെ നമുക്ക് എന്ത് വേണം? സ്റ്റൈൽ, ആൻഡ് ദാറ്റ് ഷുഡ് ബി തീം ഡാറ്റ ഡോട്ട് ടെക്സ്റ്റ്, നോട്ട് പ്രൈമറി കളർ, ടെക്സ്റ്റ് തീം ഡോട്ട് ബോഡി ലാർജ്. ആൻഡ് സേവ് ദിസ്. അപ്പോൾ ഇവിടെ എന്ത് വന്നിട്ടുണ്ടായിരിക്കും? ഒരു പുതിയ സെക്ഷൻ വന്നു, ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ സെക്ഷൻ ഇനി അറ്റത്ത് പോയി മുട്ടണം. ഓക്കെ, ഞാനിപ്പോൾ എഴുതിയ സ്ഥലം മാറിയതാണ്. ഇവിടുന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ എഴുതുക, മറ്റേത് ആ കോളത്തിനുള്ളിലാണ്. സേവ് ചെയ്യുക. അപ്പോൾ അതെന്ത് ചെയ്യും? അങ്ങേ അറ്റത്ത് പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ സ്ക്രോൾ ഉണ്ടായിരിക്കും. അങ്ങേ അറ്റത്ത് പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതേപോലെ. ആൻഡ് ഇനി ഇപ്പുറത്തൊരു ബട്ടൺ വേണം. ഇവിടെ ഓൾറെഡി നമുക്ക് എന്തുണ്ട്? ഇതിനകത്ത് മൈ ബട്ടൺ ഉണ്ട്. യു ക്യാൻ കോൾ മൈ ബട്ടൺ. ഓക്കെ, മൈ ബട്ടൻ്റെ സൈസ് എന്ന് പറയുന്നത്, ആൻഡ് സൈസ് ഇസ് ആക്ച്വലി സൈസ്, ദെൻ എനിത്തിങ് എൽസ്. ഇനി റിക്വയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ആൻഡ് യു നീഡ് ടു ഹാവ് എ കോമ ഹിയർ, കോമ, ആൻഡ് സേവ് ദിസ്. ഇവിടെ റിക്വയർഡ് അല്ലാത്ത പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ്, എനിക്ക് തോന്നുന്നത് ടെക്സ്റ്റ് വരിക എന്തായിരിക്കും? സേവ് എന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? അവിടെ ഹയർ മീന്നോ അല്ലെങ്കിൽ കോണ്ടാക്ട് മീന്നോ ആണ് വേണ്ടത്. സോ സ്പേസ് ബിറ്റ്വീൻ അടിച്ചു. ആൻഡ് ഇവിടെ നോക്കുക എന്തൊക്കെ പാരാമീറ്റർ ഉണ്ട്. യു ഹാവ് എ സൈസ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഡീഫോൾട്ട് വാല്യൂ സേവ് എന്നാണ്. ടെക്സ്റ്റ് എന്ന് പറയുന്നത് കോണ്ടാക്ട് മീ. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ ഇൻസ്പെക്ട് അടിക്കുന്നുണ്ട്. ഇതാണ് സ്ക്രോൾ ചെയ്യാൻ എളുപ്പം. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? സ്ക്രോൾ ചെയ്തു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നുണ്ടോ? റെസ്പോൺസീവ് ആക്കി ഞാൻ. ദിസ് ഷുഡ് ബി ഓക്കെ. ഞാൻ അത് വിയേർഡായിട്ട് ബിഹേവ് ചെയ്തു. കോണ്ടാക്ട് മീ എഴുതി. വൈ ഇത് ജമ്പ് ചെയ്ത് പുറത്തു പോകാനുള്ള കാരണം എന്തായിരിക്കും? കാരണം നമ്മൾ ഈ ഒരു സാധനം ഇത് കൊടുത്തേക്കുന്നത് ആ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ഹൈറ്റ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണത് അങ്ങനെ പുറത്തു പോയത്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ സൈസ് എടുത്തത് എന്താണ്? ഇങ്ങനെയാണ്. വിഡ്ത്ത് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ? സൈസ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഫിക്സ് ചെയ്യാം. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് ഈ ലെങ്ത് ഇതൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഇത് ഷുഡ് ബി
hire me എന്നാക്കി need h to be capital hire me. ഓക്കെ, സേവ് ചെയ്തു. ഇവിടെ എന്തുണ്ടായിരിക്കും, ഓർ ഐ ക്യാൻ അൺഡോക്ക് ഫ്രം ദിസ്. ഓക്കെ, ഞാനൊരു അൺഡോക്ക് ചെയ്തു. ഇതിന് ഞാൻ സ്ക്രോൾ ചെയ്തു ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു ഹയർ മീ എന്ന് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, രണ്ടറ്റത്താണ് പോയത്. ആൻഡ് ഇത് സെൻട്രലിലേക്ക് വരുമ്പോഴായിരിക്കും ഒന്നുകൂടി വിഷ്വലി അത് എന്തായിരിക്കും ഒന്നുകൂടി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് സ്പേസ് ബിറ്റ്വീൻ എന്നുള്ളത് നമുക്ക് സ്പേസ് അറൗണ്ട് എന്തെങ്കിലും ആക്കാം. അപ്പോൾ ചുറ്റും ഈക്വൽ സ്പേസ് വരും. അപ്പോൾ ഒന്നുകൂടി കാണാൻ പെട്ടെന്ന് CT ആണല്ലോ, കോൾ ടു ആക്ഷൻ ആണ്. അപ്പോൾ നേരെ നമ്മളെ കണ്ണിൻ്റെ മുന്നിലേക്ക് വരണം. അപ്പോൾ ലുക്കിംഗ് ഫോർ എ ഫ്ലട്ടർ എക്സ്പേർട്ട് എന്ന് വന്നു, ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഏത് സെക്ഷൻ. ആൻഡ് ദിസ് ഈസ് ഹൗ സൈറ്റ് ലുക്സ് ലൈക്ക്. നമ്മളിപ്പോൾ ഏതൊക്കെ സെക്ഷൻസ് ചെയ്തു. ഇനി ഇതിൽ കോണ്ടാക്ട് സെക്ഷൻ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാം കൂടി ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുമല്ലോ ചെയ്യാൻ വേണ്ടി. ഇതന്നെ അത്യാവശ്യം വീഡിയോ കംപ്രസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 1 hour വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിരിക്കും, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും കണ്ടിരുന്ന് എന്നെ ഇങ്ങനെ സഹിക്കണമല്ലോ. അപ്പോൾ അത് നല്ലൊരു ചെറിയ വീഡിയോ ആണെങ്കിൽ കുറച്ച് നേരം കണ്ടിട്ട് നമുക്ക് ഒരുപാട് നേരം നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോറടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ, ഇറ്റ്സ് നോട്ട് ക്ലാസ്, അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ലൈക്ക് എൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഇത് കഴിയുമ്പോഴേക്കും ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി വെബ്സൈറ്റ് നമുക്ക് ചെയ്തിട്ട് ഒരു ആസ് എ ഫ്രീലാൻസർ ഒരാൾ നിങ്ങളൊരു വെബ്സൈറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫയർബേസും ഫ്ലട്ടറും ഉപയോഗിച്ച് വലിയ ചിലവില്ലാണ്ട് ഒരു വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ നോക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് പ്രൊജക്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാക്ക് എൻഡ് ഒക്കെ എഴുതി ചെയ്യുമ്പോൾ നമ്മൾ ആ കോസ്റ്റ് ഒന്നും ഈ ക്ലയൻറ്റിന് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഈ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ആൾക്ക് ആപ്പും കൊടുക്കാം, വെബ്സൈറ്റും കൊടുക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫയർബേസ് ഒരു ബാക്ക് എൻഡ് ആയിട്ട് സിമ്പിൾ, അതായത് ചില വെബ്സൈറ്റ് കണ്ടില്ല, അവർക്ക് വലിയ ആപ്ലിക്കേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, അവരുടെ ഒരു പ്രസൻസ് മാർക്കറ്റിൽ കാണിക്കണം. അങ്ങനത്തെ ഡിമാൻഡുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ആ സമയത്ത് വലിയ ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ആവുന്ന ക്ലയന്റ് ഡാറ്റയും ലോഗിനും അങ്ങനത്തെ കാര്യമൊന്നുള്ള കാര്യമല്ല പറയുന്നത്. ജസ്റ്റ് ഒരു ബിസിനസ്, അതിനൊരു പ്രസൻസ് വേണം, അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് കാണിക്കണം. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റണം, കോൾ ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. അപ്പോൾ അതിനുവേണ്ടി ഒരു വെബ്സൈറ്റ് ഒരാൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ആൾക്കും വലിയ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ സാധനം ചെയ്യാൻ പറ്റുമോ. കോസ്റ്റ് എഫക്റ്റീവ് ഇൻ ദ സെൻസ് നമ്മൾ ആക്ച്വൽ ബാക്ക് എൻഡ് ഒക്കെ ഉള്ള വെബ്സൈറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ പോലും ഒരു 50 to 1 lakh ഒക്കെ ആവും. ഞാൻ ചെയ്യുന്ന റേറ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ അതിലും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ വരുമ്പോഴേക്കും അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മളൊരു ഇങ്ങനെ ചെയ്യുമ്പോൾ ആപ്പും വെബ്സൈറ്റും എല്ലാം കൂടി നമുക്കൊരു ബണ്ടിലായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ പരീക്ഷിക്കുന്നത്. അതിനുവേണ്ടി എടുത്താണിത്. ഇത് നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇത് പ്രിഫർ ചെയ്യാത്തതെന്നുള്ള ചില ഇഷ്യൂസ് എൻ്റെ മനസ്സിലുണ്ട്. അത് നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, എനിവേ വീഡിയോ കാണണം. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് പറയണം. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഞാൻ നേരത്തെ ചോദിച്ച കാര്യം ഒന്ന് അറിയുന്നതെന്ന് പറഞ്ഞുതരണം. എന്തുകൊണ്ടാണ് അത് ഫുൾ സ്ക്രീനിൽ വരുമ്പോൾ ആ ഒരു സ്ക്രോൾ വരാത്തെന്നുള്ള കാര്യം. ഓക്കെ, ദെൻ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. ഞാനത് കുറച്ച് കാലങ്ങളായിട്ട് അന്വേഷിക്കുന്നത്, എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വീഡിയോ കാണുക. നെക്സ്റ്റ് വീഡിയോ അടുത്ത നമ്മൾ ചെയ്യും ഇതിൻ്റെ ബാക്കി. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മൊബൈൽ സൈഡ് നോക്കാൻ വേണ്ടി, മൊബൈൽ സൈഡും ടാബ്ലറ്റ് സൈഡും. ഓക്കെ, കുറച്ച് 4-5 വീഡിയോ കൂടി ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ഹോസ്റ്റ് ചെയ്യാൻ നോക്കണം, അതിന് മൊത്തത്തിൽ അതിൻ്റെ ബിൽഡ് എടുക്കണം, അങ്ങനത്തെ മൊത്തത്തിലൊന്ന് ഫയർബേസ് കണക്ട് ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് ബാക്ക് എൻഡ് കണക്ട് ചെയ്യണം, ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ എനിവേ, I hope you are enjoying and learning something new from this video. And if this video is useful to you, don't forget to subscribe, don't forget to hit the like button, and always write some comments. Okay, comments are a lot to me, so write some comments. Okay, and thank you for watching. I'll come up with the next video very soon. Okay, see you.